നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് വിഴിഞ്ഞത്ത് പിണറായി വിജയൻ ഒരു താരോദയമായി മാറ്റുകയായിരുന്നു. ജനങ്ങളാലല്ല, തുറമുഖ മന്ത്രി വാസവനാണ് അത് ചെയ്തത്. മൈക്ക് കെട്ടിയാൽ തള്ളിമറിക്കാൻ കഴിവുള്ള പിണറായി വിജയനെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 45 മിനിറ്റ് നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത്. അതും നല്ല മുനവെച്ച വർത്തമാനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചത്. കൊള്ളയെടുത്ത് നന്നായി കൊണ്ടുകൊണ്ട് വേദിയിലിരുന്ന് ഉരുകുന്ന പിണറായി വിജയൻ നമുക്ക് കാണാൻ സാധിച്ചു. 5 മിനിറ്റ് സംസാരിച്ച് നിർത്താൻ പോലും കഴിയുന്നതിന് മുന്നേ തന്നെ അവതാരിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ഘാടനത്തിനായി വിളിക്കുകയായിരുന്നു. അങ്ങനെ കൂടുതലൊന്നും പറയാൻ അങ്ങോട്ട് പിണറായി വിജയന് കഴിഞ്ഞില്ല. കാലം കാത്തുവെച്ച കർമ്മയോഗി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ തുറമുഖ മന്ത്രി വാസവൻ വിശേഷിപ്പിച്ചത്. അങ്ങനെ തുറമുഖ മന്ത്രി അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് കർമ്മയോഗിയെ സാക്ഷിയാക്കി തന്റെ കേരളത്തിനായുള്ള രാഷ്ട്രീയം അവതരിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭന്റെ മണ്ണായി കണ്ട് മലയാളത്തിൽ തുടങ്ങിയ മോദി ശങ്കരാചാര്യരുടെ മഹത്വം വിശദീകരിച്ച് കത്തിക്കയറുകയായിരുന്നു. ഇതിനുശേഷം അല്പം രാഷ്ട്രീയം, ഇതിനിടെ കമ്മ്യൂണിസ്റ്റുകളുടെ മാറ്റവും ചർച്ചയാക്കി. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് പ്രസംഗം എത്തിയപ്പോൾ ക്രൈസ്തവ മനസ്സുകളെയാണ് മോദി ചേർത്ത് നിർത്താൻ ശ്രമിച്ചത്. കേരളത്തിന്റെ മതസൗഹാർദ്ദം ചർച്ചയാക്കി തുടങ്ങി. ഇതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച സെന്റ് തോമസ് ചർച്ചിലേക്ക് ചർച്ചയെത്തി. മാർപ്പാപ്പയുടെ വിയോഗവും അദ്ദേഹവുമായുള്ള അടുപ്പവും സൂചിപ്പിച്ച് ആ മതവിഭാഗത്തിന്റെ ദുഃഖത്തിലും പങ്കുചേർന്നു. വികസിത കേരളത്തിൽ ഒരുമിക്കാം എന്നാണ് അവസാനം നൽകിയ സന്ദേശം. കേരളം പിടിക്കാൻ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് വെച്ച പ്രചരണ വാക്യവും അങ്ങനെ വിഴിഞ്ഞം വേദിയിൽ എത്തി. വിഴിഞ്ഞം വേദിയിൽ സദസ്സിൽ ആദ്യം എത്തിയതും രാജീവ് ചന്ദ്രശേഖർ തന്നെ. രാജീവ് ചന്ദ്രശേഖറിനെ ട്രോളി മുഹമ്മദ് റിയാസ് രംഗത്ത് വരുന്നതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. വികസനവും ചേർത്ത് നിർത്തലും ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണയും ഉണ്ടെങ്കിൽ കേരളത്തെ BJPയുടെ വഴിയിലേക്ക് കൊണ്ടുവരാമെന്ന സന്ദേശമാണ് മോദി വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിൽ ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്കും നൽകിയ ഒളിയമ്പ് ദേശീയ തലത്തിലും വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്യും BJP. ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നോട് ഈ തൊട്ടുകൂടായ്മ ഇല്ല, ഇത് മറ്റുള്ളവരും കണ്ടുപഠിക്കണമെന്നാണ് മോദി പറഞ്ഞു വെച്ചത്. ഏതായാലും കേരളത്തിലെ BJP നേതൃത്വത്തിന് വ്യക്തമായ അജണ്ട അവതരിപ്പിക്കുകയാണ് മോദി. ക്രൈസ്തവരെയും ചേർത്ത് നിർത്തണമെന്ന സന്ദേശവും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടന്നു. സ്വകാര്യ മേഖലയുമായി ചേർന്നുള്ള പ്രവർത്തനത്തെയും അദാനിയെയും കമ്മ്യൂണിസ്റ്റ് മന്ത്രി പ്രശംസിച്ചു. മന്ത്രി VN വാസവന്റെ പ്രസംഗം ചൂണ്ടിക്കാട്ടി മോദി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. വന്ദേ ഭാരത്, ബൈപ്പാസുകൾ, ജലജീവൻ തുടങ്ങി കേരളത്തിൽ നിരവധി പദ്ധതികൾ നൽകി. കേരള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയെ കുത്തി അദാനിയെ പുകഴ്ത്തിയാണ് മോദി പ്രസംഗിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവായ പിണറായിയും ശശി തരൂരും ഇവിടെയുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നു അദാനി തങ്ങളുടെ പങ്കാളിയാണ് എന്ന്. ഇതാണ് മാറ്റമെന്ന സ്വാഗത പ്രസംഗത്തിനായി VN വാസവന്റെ പ്രസംഗത്തിലെ പരാമർശം ചൂണ്ടി പ്രധാനമന്ത്രി പരിഹസിച്ചു. സ്വകാര്യ നിക്ഷേപത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സ്വാഗതം ചെയ്യുന്നത് നല്ല കാര്യമെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലെ കേന്ദ്ര വികസന പദ്ധതികൾ ഒന്നൊന്നായി മോദി എണ്ണി പറയാനും മറന്നില്ല. കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും കേന്ദ്ര സർക്കാർ അതിവേഗം പൂർത്തിയാക്കിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പദ്ധതികളിലൂടെ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കി. മത്സ്യത്തൊഴിലാളികൾക്കും പ്രാഥമിക പരിഗണന നൽകി. നമ്മുടെ കേരളത്തിൽ ആളുകൾ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്നു. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതിയും മന്ത്രി ജോർജ് കുര്യനും പങ്കെടുത്തു. പലതവണ തനിക്ക് മാർപ്പാപ്പയെ കാണാൻ അവസരവും കിട്ടി. അദ്ദേഹത്തിന്റെ പ്രത്യേക സ്നേഹം അനുഭവിക്കാനും കഴിഞ്ഞു. നമുക്ക് ഒരുമിച്ച് കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരത് എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം അവസാനിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും ചില ഭാഗങ്ങൾ കേൾക്കാം. केरला के गवर्नर राजेंद्र अर्लेकर जी, मुख्यमंत्री श्रीमान P. विजयन जी, केंद्रीय कैबिनेट के मेरे सहयोगीगण, मंच पर मौजूद अन्य सभी महानुभाव और केरला के मेरे भाई और बहनों, കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ജി, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജി, കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മഹാനുഭാവന്മാരെ, കേരളത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം.
ओरिकल कुड्डे श्री अनंत पद्मनाभ पांडे मणिलेक वरान साध चित्त दिल एनिक अतियाय സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരിക്കൽ കൂടി ശ്രീ അനന്ത പത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. साथियों, आज भगवान आदि शंकराचार्य जी की जयंती है. 3 वर्ष पूर्व सितंबर में मुझे उनके जन्मभूमि क्षेत्र में जाने का सौभाग्य मिला था. मुझे खुशी है कि मेरे संसदीय क्षेत्र काशी में विश्वनाथ धाम परिसर में आदि शंकराचार्य जी की भव्य प्रतिमा स्थापित की गई है. मुझे उत्तराखंड के केदारनाथ धाम में आदि शंकराचार्य जी की दिव्य प्रतिमा के अनावरण का भी सौभाग्य मिला है. और आज ही देवभूमि उत्तराखंड में केदारनाथ मंदिर के पट खुले हैं. केरला से निकलकर देश के अलग अलग कोनों में मठों की स्थापना करके आदि शंकराचार्य जी ने राष्ट्र की चेतना को जागृत किया. इस पुनीत अवसर पर मैं उन्हें श्रद्धापूर्वक नमन करता हूं. സുഹൃത്തുക്കളെ, ഇന്ന് ഭഗവാൻ ആദി ശങ്കരാചാര്യ ജയന്തിയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് സെപ്റ്റംബറിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ജന്മഭൂമി ക്ഷേത്രം സന്ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. എന്റെ മണ്ഡലമായ കാശിയിൽ വിശ്വനാഥ് ധാമിൽ അതിന്റെ പരിസരത്ത് ആദി ശങ്കരാചാര്യരുടെ ഭവ്യമായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരാഖണ്ഡിലെ കേദാരനാഥ് ധാമിലും ആദി ശങ്കരാചാര്യരുടെ ദിവ്യ പ്രതിമ അനാവരണം ചെയ്യുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നാണ് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ കേദാരനാഥ മന്ദിർ തുറക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട രാജ്യത്തിന്റെ വിവിധ മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ ആദി ശങ്കരാചാര്യർ രാഷ്ട്ര ചൈതന്യം ഉണർത്താൻ ശ്രമിച്ചു. ഈ പവിത്രമായ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. साथियों, यहां एक और अपनी संभावनाओं के साथ उपस्थित ये विशाल समुद्र है और दूसरी ओर प्रकृति का अद्भुत सौंदर्य है. और इन सब के बीच हम न्यू एज डेवलपमेंट का सिंबल ये विजिंजम डीप वाटर सी पोर्ट है. मैं केरला के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഭാഗത്ത് അപാരമായ സാധ്യതകളുള്ള വിശാലമായ സമുദ്രം, മറുഭാഗത്ത് പ്രകൃതി സൗന്ദര്യം വാർന്നൊഴുകുന്ന വിവിധ പ്രദേശങ്ങൾ. ഇതിനിടയിൽ ഇന്ന് ന്യൂ ഏജ് ഡെവലപ്മെന്റിന്റെ മാതൃകയായി ഈ വിഴിഞ്ഞം ഡീപ്പ് വാട്ടർ സീപോർട്ട് നിലനിൽക്കുന്നു. ഞാൻ കേരളത്തിലെ ആളുകൾക്കും ദേശവാസികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. साथियों, इस सी पोर्ट को 8,800 करोड़ रुपीस की लागत से तैयार किया गया है. अभी इस ट्रांसशिपमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के 3 गुनी हो जाएगी. यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे. अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है.
ये परिस्थिति अब बदलने जा रही है। अब देश का पैसा देश के काम आएगा। जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा। സുഹൃത്തുക്കളെ, 8800 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ പോർട്ട് ഇവിടെ സ്ഥാപിച്ചത്. ഇപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്നും വരും കാലത്ത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അതിലൂടെ ലോകത്തുള്ള വലിയ വലിയ ചരക്ക് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാനാകും. ഇതുവരെ 75%-ലധികം ട്രാൻസ്ഷിപ്മെന്റ് ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് നിലനിന്നിരുന്നത്. ഇതിലൂടെ രാജ്യത്തിന് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരുന്നു. ഈ കാരണത്തിന്, ഈ പരിസ്ഥിതിക്ക് ഇനി മാറ്റം കൊണ്ടുവരും. ഇനി രാജ്യത്തിന്റെ പൈസ നമുക്ക് തന്നെ പ്രയോജനപ്പെടും. പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം അത് കേരളത്തിനും വിഴിഞ്ഞം പോർട്ടിനും അതിലൂടെ ജനങ്ങൾക്കും പുതിയ സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് പ്രയോജനപ്പെടും.